ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സാണ് എൻ്റെ ഫേസിൽ ഏറ്റവും മോശമായിട്ടുള്ള റിസൾട്ട് എനിക്ക് തന്നത്. അങ്ങനെ ഇതെല്ലാം യൂസ് ചെയ്ത് എൻ്റെ ഫേസും ഡാമേജ്, എൻ്റെ കുറേ പൈസയും വേസ്റ്റ് ആയിരുന്നല്ല. അത് ഹായ് ആൾ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ സ്കിൻ കെയർ മിസ്റ്റേക്സ് ആണ് എൻ്റെ ഫേസിൽ മോശമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്കിൻ കെയറിൽ ബിഗിനേഴ്സ് കാണിക്കുന്ന 6 മിസ്റ്റേക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്ന പ്രോഡക്റ്റ്സ് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നി എപ്പോഴും മേടിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യും അല്ലെങ്കിൽ വെളുക്കും ആയിരുന്നു എൻ്റെ വിചാരം. പക്ഷേ കുറേ പ്രോഡക്റ്റ്സ് ഇതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊക്കെ എൻ്റെ സ്കിന്നിന് പറ്റിയ പ്രോഡക്റ്റ്സ് അല്ല എന്ന്. അപ്പോൾ 6 മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മിസ്റ്റേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രോഡക്റ്റ് വേണം എപ്പോഴും യൂസ് ചെയ്യാം. നമ്മൾ ചാടിക്കയറി എപ്പോഴും ഏതെങ്കിലും പ്രോഡക്റ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല പ്രോഡക്റ്റ്, അല്ലെങ്കിൽ കാണാൻ നല്ല ലുക്ക് ഉണ്ട്, നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ മേടിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. പക്ഷേ നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്, അയ്യോ ഇത് കുറച്ച് ഓയിലിയാണ്, എൻ്റെ സ്കിന്നിന് പറ്റൂല. അല്ലെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവും നമുക്ക് ബ്രേക്ക് ഔട്ട്സ് വന്ന്. അങ്ങനെയാണ് എൻ്റെ സ്കിന്നിന് സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ ആദ്യം നോക്കുക. ഇപ്പോൾ ഡ്രൈ ആണോ, അല്ലെങ്കിൽ നോർമൽ സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, കോമ്പിനേഷൻ സ്കിന്നുണ്ട്, പിന്നെ ഓയിലി സ്കിന്നുണ്ട്, പിന്നെ സെൻസിറ്റീവ് സ്കിന്നുണ്ട്. സെൻസിറ്റീവ് സ്കിൻ ഈ എല്ലാ സ്കിൻ ടൈപ്സ്, ഈ പറഞ്ഞ 4 സ്കിൻ ടൈപ്സിലും സെൻസിറ്റീവ് സ്കിന്നും കൂടെ വരും. അത് ഒരു സെപ്പറേറ്റ് സ്കിൻ ടൈപ്പ് അല്ല ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ. നമ്മൾ ഇപ്പോൾ നോർമൽ സ്കിന്നാണെങ്കിൽ നല്ല തിക്ക് ക്രീമി ടെക്സ്റ്റുള്ള മോയ്സ്ചറൈസേഴ്സ്, ഫേസ് വാഷ് അല്ല ഞാൻ പറയുന്നത് ക്രീംസിൻ്റെ കാര്യമാണ്. മോയ്സ്ചറൈസേഴ്സ്, സൺസ്ക്രീൻസ് ഒക്കെ തിക്ക് ക്രീമി ടെക്സ്റ്റുള്ളതാണ് ഡ്രൈ സ്കിന്നിന്. ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ച് വാട്ടറി ടെക്സ്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ഓരോ സ്കിൻ ടൈപ്പിന് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ സെൻസിറ്റീവ് സ്കിൻ, ഒത്തിരി എന്താ സെൻസിറ്റീവ് എന്ന് വെച്ചാൽ ഇച്ചിങ്ങോ അങ്ങനെയൊക്കെ വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറിൻ്റെ സജഷൻ അനുസരിച്ച് വേണം നിങ്ങൾ ക്രീംസൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. നമ്പർ 2, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്താൽ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആവും, അല്ലെങ്കിൽ നല്ല ഹെൽത്തി സ്കിൻ കിട്ടും. പക്ഷേ അതൊക്കെ ഒരു തെറ്റിദ്ധാരണ അല്ലാതെ നമ്മളിപ്പോൾ കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ സ്കിൻ കെയർ ചെയ്യുമ്പോൾ. ഒന്ന് ഫേസ് വാഷ്, ടോണർ, സിറം, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നെ നമ്മൾ ശരിക്കും ഹാം ചെയ്യുക. നമ്മൾ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനൊരു സ്പേസ് കൊടുക്കുന്നില്ല. നമ്മൾ ബ്രീത്ത് ചെയ്യാൻ സ്പേസ് കൊടുത്ത് മാക്സിമം ഈ സ്റ്റെപ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കുറച്ച് വരണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫേസ് വാഷ്, സിറം, മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീൻ, ഈ 4 സ്റ്റെപ്സ് മാത്രം മതി. അത്രയും സ്റ്റെപ്സ് മതി. ഇത്രയും ടോണറും അതൊന്നും കൂടുതൽ സ്റ്റെപ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നമ്മൾ കൂടുതൽ ഡാമേജ് ആക്കുക ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഫേസ് നല്ല ഹെൽത്തി ആക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്പർ 3, മൂന്നാമത്തെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്കിപ്പിംഗ് സൺസ്ക്രീൻ. നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. അത് മിക്കവരും ചെയ്യുന്ന കാര്യമാണ് ഈ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നത്. സൺസ്ക്രീൻ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും പുറത്തിരിക്കുമ്പോഴും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ചിലവർക്കൊരു വിചാരമുണ്ട്, നമ്മൾ ഉള്ളിലിരിക്കുമല്ലോ, വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമല്ലോ, ഡയറക്റ്റ് സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് അല്ലല്ലോ, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട. അങ്ങനെയല്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മുടെ ആ ചൂട് ഉള്ളിൽ നിൽക്കുമ്പോഴിപ്പോൾ നല്ല ചൂട് സമയത്ത്, അല്ലെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല ചൂട്, അപ്പോൾ ഉള്ളിലിരിക്കുമ്പോഴും നമ്മൾ വേർക്കുക അല്ലേ, പുറത്തിരിക്കുമ്പോഴും വേർക്കും. അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തും ഉള്ളിലും പുറത്തും നിൽക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അതിനെ നമ്മൾ കണക്കൊന്നും നോക്കില്ല, വലിച്ചു വാരി അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. 3 ഫിംഗർ ആപ്ലിക്കേഷനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വലിച്ചു വാരി അപ്ലൈ ചെയ്യുക. അതാണ് എൻ്റെ സ്കിൻ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇനി നമ്പർ 4, നമ്മൾ ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്യും. നമ്മൾ ഓവറായിട്ട് സ്ക്രബ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും ഡെയിലി സ്ക്രബ് ചെയ്യും. ചിലവർക്ക് ഡെയിലി കോഫി സ്ക്രബ് ആണെങ്കിലും, നമ്മുടെ ചില ഫേസ് വാഷസിലൊക്കെ സെമി സ്ക്രബ് ഫേസ് വാഷസ് ഒക്കെ വരും. ചിലപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ പണ്ട് ഞാനൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ സെമി സ്ക്രബ് കുറച്ച് പാർട്ടിക്കൽസ് ഉണ്ടായിരുന്നു, ഷുഗറിൻ്റെ. അപ്പോൾ അതൊരു സെമി സ്ക്രബ്. അത് നമ്മൾ സെമി സ്ക്രബ് ആണെങ്കിൽ അത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ഡെയിലി നമ്മൾ ഒരു സ്ക്രബും യൂസ് ചെയ്യില്ല, നമ്മുടെ ഫേസിൽ ഇച്ചിങ്ങും ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വന്ന് ഫേസ് ഫുള്ളായിട്ട് ഡാമേജ് ആയിപ്പോകും. അപ്പോൾ ഒരിക്കലും ഡെയിലി സ്ക്രബ് ചെയ്യല്. വീക്ക്ലി വൺസ് ഓർ ട്വൈസ്, മാക്സിമം വീക്ക്ലി വൺസ് മാത്രം നിങ്ങൾ കോഫി സ്ക്രബോ അല്ലെങ്കിൽ ഷുഗറും കോഫിയും കൂടെ മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇനി നമ്പർ 5, അഞ്ചാമത്തെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ റാൻഡമായിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ബ്ലൈൻഡായിട്ട് നമ്മൾ ക്രീംസ് ഒക്കെ സെലക്ട് ചെയ്യാം. ഈ വീഡിയോ കാണുമ്പോൾ ഇത് കൊള്ളാലോ, നല്ല ക്രീമാണ്, അവർ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് കൊതിയായിട്ട് നമ്മൾ മേടിക്കും. അതുപോലെ ഞാനിങ്ങനെ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ കണ്ടിട്ട് അവർ യൂസ് ചെയ്യുന്ന ക്രീംസ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല അതിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജിങ് കണ്ടിട്ട് നമുക്ക് ഇഷ്ടം തോന്നി മേടിക്കും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല നമ്മുടെ സ്കിന്നിന് പറ്റിയതാണോ. അപ്പോൾ അത് ഒരു വലിയ മിസ്റ്റേക്ക്. അതാണ് 5ാമത്തെ മിസ്റ്റേക്ക്. ഒരിക്കലും നമ്മൾ യൂട്യൂബും കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്, ഒരിക്കലും ചാടി കയറി നമ്മൾ ഒന്നും ഓർഡർ ചെയ്യല്ലേ, നമ്മുടെ സ്കിൻ നശിപ്പിക്കല്ലേ മേടിച്ചിട്ട്. ഇനി നെക്സ്റ്റ് നമ്പർ 6, ആറാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ ഏത് ക്രീം യൂസ് ചെയ്യും നമുക്കിപ്പോൾ അറിയത്തില്ല. ഇപ്പോൾ അതിനെന്തെങ്കിലും ഇപ്പോൾ നാച്ചുറലായിട്ട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിലെ ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ ഫേസിൽ അലർജിക് റിയാക്ഷൻ ഒക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലോവേറ ജെൽ എനിക്ക് പണ്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ തുടക്കത്തിൽ ബിഗിനിങ്ങിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം വയ്ക്കൽ കുഴപ്പമില്ല, എനിക്കിങ്ങനെ 1-2 പ്രാവശ്യം ഒരു ചൊറിച്ചിൽ പോലും വന്നിട്ടുണ്ട്. അത് ഏത് പ്യുവർ അലോവേറ ജെല്ലാണെങ്കിലും, ഇപ്പോൾ 99% അലോവേറ ജെല്ലുള്ള പ്രോഡക്ട്സ് അലോവേറ ആണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന നമ്മുടെ വീട്ടിൽ
വീട്ടിലുണ്ടാകുന്ന അലോവേറ പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണെങ്കിലും നമുക്ക് അതിൽ നിന്നൊക്കെ അലർജി വരും. എന്താ വെച്ചാൽ ചില നാച്ചുറൽ പ്രോഡക്ട്സ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിന് പിടിക്കത്തില്ല. അപ്പോൾ അതാണ് വേറൊരു മിസ്റ്റേക്ക്. അതിന് നിങ്ങൾ ചെയ്യേണ്ട മസ്റ്റായിട്ട് ഏത് പ്രോഡക്റ്റ്സ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പാച്ച് ടെസ്റ്റ് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ കയ്യിൽ പാച്ച് ടെസ്റ്റ് അല്ലെങ്കിൽ ചെവിയുടെ പുറകിൽ ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നോക്കുക. എന്തെങ്കിലും കുഴപ്പം ഇച്ചിങ്ങോ എന്തെങ്കിലും വരും. എന്നിട്ട് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്യല്. അപ്പോൾ നമ്മൾ ഈ 6 മിസ്റ്റേക്സ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം ഏത് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പേ. ഈ സ്റ്റെപ്സ് ഇത് ആക്ച്വലി മിസ്റ്റേക്സ് അല്ല, നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ആണ്. 6 പ്രിക്കോഷൻസ് ആണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പേ എടുക്കേണ്ട 6 പ്രിക്കോഷണറി സ്റ്റെപ്സ് ആണ് ഈ 6 സ്റ്റെപ്സ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് വന്ന പോലെ ഫേസിൽ ബ്രേക്ക് ഔട്ട്സും പിന്നെ അല്ലെങ്കിൽ ഫേസ് ഡാർക്കനാവും. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ യൂസ് ചെയ്ത 2 പ്രോഡക്ട്സ്, ഒന്ന് ഡോട്ട് ആൻഡ് കീയും ഫോക്സ് ടെയിലും. ഈ 2 പ്രോഡക്ട്സ് ആണ് എൻ്റെ ഫേസ് റൂയിൻ ചെയ്തത്. ഒന്ന് ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ, പിന്നെ ഫോക്സ് ടെയിലിൻ്റെ സെറമൈഡ് സൂപ്പർ ക്രീം. അപ്പോൾ ഈ ഫോക്സ് ടെയിൽ എൻ്റെ ഫേസ് ഡാർക്കൻ ചെയ്തു, പിന്നെ ഡോട്ട് ആൻഡ് കീ എൻ്റെ ഫേസിൽ ബ്രേക്ക് ഔട്ട്സ് വന്നു. ഡോട്ട് ആൻഡ് കീ 1 മാസം യൂസ് ചെയ്ത ശേഷമാണ് എനിക്ക് ഫേസിൽ ബ്രേക്ക് ഔട്ട്സ് വന്നത്. ഇപ്പോഴും അത് റിക്കവർ ആയിട്ടില്ല, ഇപ്പോഴും ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ പിമ്പിൾസ്, ഈ ചിന്ന ഏരിയയാണ് കൂടുതൽ പ്രശ്നം. പിന്നെ ഇവിടെ നോസ് അങ്ങനെയൊക്കെ വന്ന് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഡോട്ട് ആൻഡ് കീ യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്തു. ആക്ച്വലി ഇത് ഓയിലി സ്കിൻ, ഇത് ഡ്രൈ സ്കിന്നിന് മാത്രം യൂസ് ചെയ്യാനാണ് ഡോട്ട് ആൻഡ് കീ മോയ്സ്ചറൈസർ. ഫോക്സ് ടെയിൽ എൻ്റെ ഫേസിന് പറ്റിയില്ല, ബട്ട് എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ഫേസ് കുറച്ച് ഡാർക്കനായി. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ആർക്കും പറ്റാതിരിക്കാം. നമ്മുടെ സ്കിൻ ടൈപ്പിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മെയിനായിട്ട് നോക്കണം, നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ക്രീംസ് വേണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ. പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ജെൻറ്റൽ ആയിട്ടുള്ള ഫേസ് വാഷ് വേണം എല്ലാ സ്കിൻ ടൈപ്സും യൂസ് ചെയ്യാൻ. ഈ സ്കിൻ കെയർ മിസ്റ്റേക്സ് ഒക്കെ മിക്കപ്പോഴും നമ്മൾ ബിഗിനേഴ്സിനായിരിക്കും സംഭവിക്കുന്നത്, തുടക്കക്കാർക്കായിരിക്കും. എന്താ വെച്ചാൽ ആദ്യം നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്, ഏത് ക്രീമാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്, ഏതാണ് നമ്മുടെ സ്കിൻ ടൈപ്പ്, ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ പറ്റുന്ന തെറ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ 6 മിസ്റ്റേക്സിൽ ഏത് മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്തതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.